പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? യേശു അറിയില്ല യേശുവിനെ അറിയില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ആളാണ് പത്രോസ്. ആ പത്രോസിനോട് ഇന്നത്തെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 15-ലുള്ള വാക്യങ്ങളിൽ 3 പ്രാവശ്യം ചോദിക്കുകയാണ്. അതിന്റെ ഉത്തരവും ആണ് ഇന്നത്തെ വചനത്തിൽ നാം ശ്രമിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നാട്ടിടനായ മോശയെ ദൈവം വിളിക്കുകയാണ്. ഒരു വലിയ ദൗത്യം മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തന്റെ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കാൻ വേണ്ടി അതിന്റെ നേതാവായിട്ട് ഒരു ദൗത്യം മോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മോശ വിളിക്കുന്നത് കോടരകും മലയില് മോശയ്ക്ക് ഒരു ദർശനമുണ്ടായി. അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന കാലഘട്ടം. അപ്പോൾ ആടുകളെ മേയ്ക്കൊണ്ട് നടക്കുന്ന മോശ ഒരു പ്രത്യേകമായ സവിശേഷമായ ഒരു ദൃശ്യം മോശക്കുണ്ടായി. അത് കത്തിയെരിയുന്ന മുൾപ്പടപ്പ്, എന്നാൽ അത് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല എന്നുള്ളതാണ്. കത്തിയെരിയുന്ന മുൾപ്പടപ്പ് അത് സാധാരണ തീ കത്തിയാൽ കാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എരിഞ്ഞടങ്ങുന്നില്ല, ചാമ്പലാകുന്നില്ല. ദൈവം മോശയെ വിളിക്കുകയാണ്. മോശെ എന്ന് വിളിക്കുകയാണ്. അവിടെ മുൾപ്പടപ്പിൽ നിന്നും കത്തിയെരിയുന്ന മുൾപ്പടപ്പിൽ ദൈവം വിളിക്കുകയാണ്. മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ അടുത്തു വരരുത്, കാരണം നീ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമാണ്. ഇവിടെ നീ അടുത്തു വരാൻ പാടില്ല. ഇത് ചെരുപ്പുകൾ, പാപരക്ഷകൾ അഴിച്ചു വയ്ക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ദേവാലയത്തിൽ ചെരുപ്പുകൾ ഉപയോഗിക്കാറുള്ളത്. നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ചെരുപ്പുകൾ പൊടി നിറഞ്ഞതാണ്. അതുകൊണ്ട് ചെരുപ്പുകൾ ഉപയോഗിച്ച് വരദാനിക്കാനും പൊടിയിലാണ് കൂടെ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പള്ളിയിൽ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നില്ല. അതിന്റെ കാരണമാണ് എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 7-16 വചനങ്ങളിൽ പൗലോസ് പറയേണ്ട അപ്പോസ്തലന്മാരും സുവിശേഷകരും ഇടയന്മാരും പ്രബോധകരുമാകാൻ അവൻ വരം നൽകി. യേശു വരം നൽകുകയാണ്. അപ്പോൾ യേശു പ്രത്യേകമായിട്ട് വിളിച്ചവർക്കുള്ള ദൗത്യങ്ങളാണ് അപ്പോസ്തലന്മാർ. അവരുടെ പേര്. പിന്നെ വചനം പ്രഘോഷിക്കുന്നവർ, എല്ലാ കാലത്തും വചനം പ്രഘോഷിക്കുന്നവര്, ഇടയന്മാര്, പ്രബോധകന്മാര്, പഠിപ്പിക്കുന്നവര്, ഇങ്ങനെ വിവിധ തലങ്ങളിൽ സഭയിൽ ശുശ്രൂഷ ചെയ്യാനും പ്രവർത്തിക്കുവാനുമായിട്ട് ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ വചനത്തിൽ പറയുന്നത്. യോഹന്നാൻ 21-ാം വാക്യങ്ങളിൽ യേശു ശിമോൻ പത്രോസിനോട് പറയുകയാണ്, നേരത്തെ കേട്ട ഭാഗം തന്നെയാണ്, ഇവരെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നവരെ ഇവരെക്കാൾ അധികമായിട്ട് ബാക്കി അപ്പോസ്തലന്മാരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉത്തരം പറയുക. കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് സ്ത്രീയും പുരുഷനും അവരെ ഒന്നിച്ച് കാണുമ്പോൾ, വീടുകളിൽ ചെന്ന് കാണുമ്പോൾ അവർ സംസാരിക്കുന്നു. അതെനിക്കൊരു ചോദ്യമുണ്ട്, ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു. ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കുകയില്ല. പിന്നെ വൈദ്യുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ വൈദ്യുതി ചോദിക്കുന്നത് സമ്മതമാണോ? സമ്മതമില്ലാതിട്ടാണോ പള്ളിയിലേക്ക് വരുന്നത്? എന്തായാലും അവർ എതിരെ ചോദിക്കുന്നില്ല. എല്ലാവരും കൂടി, വീട്ടുകാരും ബന്ധുമിത്രാകളും എല്ലാവരും കൂടിയിട്ട് ഈ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പാടുള്ള പുരുഷനോട് സ്ത്രീയോട് ചോദിക്കുകയാണ്, സമ്മതമാണോ എന്ന്. ഇത് ചിലര് സ്വരം താത്തി പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പറഞ്ഞില്ലെന്ന് പറയാനാണോ അറിയത്തില്ല. ഇത് ഉറക്കെ പറയേണ്ടതാണ്. കാരണം പൂർണ്ണസമ്മതത്തോടു കൂടിയാണ് വിവാഹബന്ധത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കേണ്ടതും പ്രവേശിക്കുന്നത്. കാരണം ഈ വ്യക്തിയോടൊത്ത് ഒരു ജീവിതകാലം മുഴുവനും പങ്കിടാനും ചിലവഴിക്കുവാനും സ്നേഹത്തിൽ കഴിയാനും ഞാൻ തയ്യാറാണ്
എന്നുള്ളതാണ് ഈ സമ്മതത്തിന്റെ ഇഷ്ടത്തിന്റെ ഒക്കെ അർത്ഥം. ഇഷ്ടം പറഞ്ഞ ഒരു ദിവസത്തേക്കുള്ളതല്ല, ഇഷ്ടവും സ്നേഹവും ഒക്കെ. ഈ പത്രോസ്ലീഹ യേശു വിളിച്ചപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് വിപുലമായ അർത്ഥശ്രേണികളുണ്ട്. ഉപേക്ഷിച്ച് പറഞ്ഞ പത്രോസ് തന്റെ ജീവിതകാലം മുഴുവനും യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനും രക്തസാക്ഷിയോടും ചൂടാനും തയ്യാറായിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരെക്കാലമായി സ്നേഹിക്കുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനാണെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എനിക്ക് അറിയാമല്ലോ അതേ പത്രോസ് പറഞ്ഞുള്ളൂ. ഗ്രീക്കിലെ സ്നേഹത്തിന് അഗപ്പാവോ എന്ന വാക്കാണ്, കൂട്ടുവാക്ക്. അതിൽ നിന്നാണ് അഗാപ്പ എന്ന വാക്ക് വന്നത്. സ്നേഹത്തിനിടയിലുള്ള ആത്മാർത്ഥവും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതവുമായ സ്നേഹത്തെയാണ് അഗാപ്പയെ സൂചിപ്പിക്കുന്നത്. സ്നേഹിതര് തമ്മിലിടയിലുള്ള ആത്മാർത്ഥവും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതവുമായ സ്നേഹത്തെയാണ് ഈ അഗാപ്പയെ സൂചിപ്പിക്കുന്നത്. പിതാവിനെ സ്നേഹിക്കുന്നു, ത്യാഗപൂർണമായ സ്നേഹമാണത്. നല്ല കുടുംബങ്ങളിലെല്ലാം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു. മക്കളെന്നുള്ള നിലയിൽ മാതാപിതാക്കളെ ആദരിക്കുകയും പ്രതിസ്നേഹം കാണിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. അതാണ് ഉത്തമ കുടുംബം എന്ന് പറയുന്നത്. ആ മേഖലകളിൽ തളർച്ചയും തകർച്ചയൊക്കെ വരുമ്പോഴാണ് കുടുംബങ്ങൾക്കിടയിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതുപോലെ സ്നേഹിക്കുന്നു, സമ്മതമാണെന്ന് പറയുന്നവരും വർഷങ്ങൾക്ക് ശേഷം സമ്മതത്തിന് ഇടിവതട്ടിയിട്ട് വേർപിരിയുകയും ശത്രുവായിട്ട് പരിഗണിക്കുകയും ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതുകൊണ്ടാണ് കൂടിക്കൂടി വരുന്ന വിവാഹമോചനങ്ങൾ സൂചിപ്പിക്കുന്നത്, കുടുംബത്തിലെ കലഹങ്ങളും വഴക്കുകളും ഒക്കെ. ഇപ്പോൾ ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ജീവിതകാലം മുഴുവൻ ഒന്നായിരിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്ന കുടുംബങ്ങള് സ്നേഹത്തിൽ അവസാനം വരെ നിലനിൽക്കുകയും മക്കളെയൊക്കെ ജീവിതാന്തസ്സിൽ പ്രവേശിപ്പിച്ചാൽ അവസാനം വരെ ഒന്നിച്ചു നിൽക്കുന്ന ധന്യതയുള്ള ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതായിരിക്കണം വിവാഹിതരുടെ മാതൃക. ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മ ഏതാണെന്ന് ചോദിച്ചാൽ ദമ്പതികളുടേതാണ്. കാരണം മക്കളും മാതാപിതാക്കളും സ്നേഹം, അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിയുമ്പോൾ അവർ വേറെ കുടുംബത്തിന്റെ ഭാഗമായി തീരും. പിന്നെ മരണം വരെ ഒന്നിച്ചായിരിക്കാനും ഇണയും തുണയുമായിരിക്കാനും ഉള്ളത് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ദമ്പതികൾ. അങ്ങനെ ദമ്പതികൾ തന്നെ താമസിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഭൂകർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. പത്രോസ് മറുപടി നൽകി അത് ഫിലോസഫുള്ള വാക്കാണ്. പശ്ചാത്താപരമായി ഏറ്റുപറച്ചിലാണ് ഈ പത്രോസിന്റെ വചനത്തിലുള്ളത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഫിലോസഫുള്ള വാക്കില് പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കരുണയോടെ സഭയുടെ തലവനാക്കി. നീ എന്റെ ആളുകളെ മേയ്ക്കുക എന്ന സവിശേഷമായ ഉത്തരവാദിത്വം യേശു പത്രോസിന് നൽകുകയാണ്. കുറ്റമില്ലാഞ്ഞിട്ടല്ല, തെറ്റുപറ്റെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇനി ഈശോയുടെ സ്നേഹത്തിന്റെ പ്രകാശനം അത് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർ ഈശോയെ അന്വേഷിക്കുകയും അവിടുത്തോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. അവർ പറഞ്ഞ ശിഷ്യർ അവിടുത്തോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ യേശുവിനോടൊത്ത് വസിക്കുകയാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ യേശുവിന്റെ തിരുശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ധന്യരായി ജീവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ്, കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ശിഷ്യന്മാർ പറയുകയാണ്, യോഹന്നാൻ 1:12 ഈശോയുടെ അനുരാഗികൾ ഈശോയെ വിശ്വസിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനായിട്ട് വരം നൽകിയെന്ന് യോഹന്നാന്റെ വചനത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ 6:58 പറയുകയാണ്, നിത്യജീവന്റെ
വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ ആരുടെ അടുത്തേക്കാ പോവുക? വിവേകാനന്ദത്തെ പറ്റി പഠിപ്പിച്ചിട്ടതാണ്. യേശുക്രിസ്തു നിങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? അപ്പൊ നിന്റെ പക്കലാണ് നിത്യജീവന്റെ വചസ്സുകളുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ പക്കലേക്കും പോകുന്നില്ല, ഞങ്ങൾ ആരുടെ പക്കലേക്കാണ് പോകേണ്ടതെന്ന് യേശു ചോദിക്കുകയാണ്. അടുത്തതായിട്ട് അവർ പ്രകാശമായി ഈശോയെ അനുഗമിക്കുന്നു. യേശു പറയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ് വചനത്തിലൂടെ. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോ കാണിച്ചു തന്ന ശുശ്രൂഷയുടെ മാതൃക നിങ്ങളുടെ പറയും. 13:14-15. അപ്പോൾ ശുശ്രൂഷയുടെ മേഖല, കാലുകഴുകലിന്റെ മേഖല, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന്റെ മേഖല, മറ്റുള്ളവരെ നല്ലവരായി പരിഗണിക്കുന്ന മേഖല, അവരുടെ സഹായം ചെയ്യുന്ന മേഖല, അതൊക്കെയാണ് ഉച്ചാർന്നിരിക്കുന്നത്. ഈശോ കാണിച്ചു തന്ന ശുശ്രൂഷയുടെ മാതൃക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ ധന്യതയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ കൗമാരയാനങ്ങളുണ്ട്, അവർ തങ്ങളുടെ വഴിയും സത്യവും ജീവനുമായി ഈശോയെ സ്വീകരിക്കുന്നു. വഴിയും സത്യവും ജീവനുമായിട്ട് യേശുവിന്റെ അനുയായികൾ യേശുവിനെ സ്വീകരിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം വേണം ആദ്യമായിട്ട്. ഈശോയുള്ള സ്നേഹത്തിൽ ബാക്കി സ്നേഹത്തെയൊക്കെ കാണാനായിട്ട്, കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയണം. കുടുംബജീവിതത്തിൽ സ്നേഹരാഹിത്യം വരുന്നത് കൊണ്ടാണ്. ആരുടെ ഭക്തനാണ്, ആരുടെ കുഴപ്പമാണെന്നും പറയാറില്ല. എന്റേതല്ലാത്ത കുഴപ്പം എല്ലാവരും പറയും, രണ്ടുപേർക്കും കുഴപ്പമുണ്ടെന്നുള്ളതാണ്. ഒരു കുടുംബം പകരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കാരണക്കാരാണ്. ഒരു സാധാരണ മനുഷ്യവ്യക്തി എന്നുള്ള നിലയിൽ സുബോധത്തോടുകൂടി കുടുംബത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാലേ കുടുംബം ധന്യമായിട്ട് പോവുകയുള്ളൂ. കുടുംബത്തിൽ സ്നേഹം വേണം, പരസ്പര ആദരവ് വേണം, ബഹുമാനം വേണം, നല്ല വാക്ക് വേണം, മക്കളെ വളർത്തുന്നതിന് കൂട്ടായ്മ വേണം. ഇങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാണ് കുടുംബജീവിതം നയിക്കുന്ന വിവാഹിതരായ എല്ലാവരും അങ്ങനെ ആകേണ്ടത്. അതാണ് മാതൃക. മാതൃക കുറവ് വരുമ്പോൾ തകർച്ചകൾ ഉണ്ടാകുന്നു, അവിടെ വഴക്കുകൾ ഉണ്ടാകുന്നു, അത് ശത്രുക്കളായിട്ട് കണക്കാക്കുന്നു, തകർച്ചയിലെത്തുന്നു, അത് ഒഴിഞ്ഞിരിക്കാൻ ചിന്തിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നാൽ നമ്മുടെ പിതാവിനെയും